മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാവ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയില്ല. മതരാഷ്ട്രവാദത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, കോൺഗ്രസിനെ പ്രത്യേകിച്ച് VD സതീഷിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് ഈ പ്രസ്താവന എന്ന് പറയാം. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന് ക്ലീൻ ചിറ്റ് കൊടുത്തത് VD സതീഷിനാണ്. എന്താണ് ഈ പ്രസംഗത്തിൽ മതരാഷ്ട്രവാദത്തെ ന്യായീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ? രേണുക, ഇത് 2-3 വർഷം മുമ്പ് നടത്തിയ പ്രസംഗമാണ്. പക്ഷേ അതിന് ശേഷം പിന്നീട് VD സതീശനടക്കമുള്ള UDF നേതാക്കൾ പറയുന്നു മതരാഷ്ട്രവാദം എന്നത് ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നില്ല. ഇന്ത്യൻ രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ചിന്തകൾ അവർക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ CPM പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിക്കുന്നത് തന്നെ അവരുടെ മതരാഷ്ട്രവാദം എന്ന ഒരു ആശയഗതിയെ ഊന്നി അല്ലെങ്കിൽ അതിനെതിരായ പ്രവർത്തനം എന്ന രീതിയിൽ തന്നെയാണ്. ഇതിന് വിരുദ്ധമായാണ് കഴിഞ്ഞ ദിവസം ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ നേരത്തെ കേട്ട പ്രസംഗത്തിൽ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയവാദം എന്ന കാര്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. VD സതീശൻ പറഞ്ഞതുപോലെ അത്തരമൊരു രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ എന്ന ചോദ്യവുമായാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകൻ. അതിൻ്റെ ആസ്ഥാനം മദീനയായിരുന്നു. ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് സ്ഥാപിതമായത്. അതിൻ്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗതമോദി സ്വീകരിക്കുകയായിരുന്നു. തങ്ങളുടെ ഭരണാധികാരിയാക്കുകയായിരുന്നു. തങ്ങളുടെ നാടിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയായിരുന്നു. ഒരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമായിരുന്നു എന്നും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠനവിധേയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസികൾക്കും അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അതായത് ഇസ്ലാമിക രാഷ്ട്രമെന്ന വാദത്തെ ഈ മുത്തുനബിയിൽ ഇത്തിരിയെങ്കിലും വിശ്വസിക്കുന്ന ആളുകൾക്ക്, സത്യവിശ്വാസികൾക്ക് തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ ഒരാൾ തന്നെയാണ്. പുറത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ വൃത്തങ്ങളിൽ, മുന്നണി വൃത്തങ്ങളിലൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഈ മതരാഷ്ട്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന ആശയഗതി പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നത്. പക്ഷേ ഇത്തരമൊരു ചിന്തയ്ക്ക് പോലും ഇടവില്ലാത്ത വിധം ഇസ്ലാമിക രാഷ്ട്രവാദം എന്നത് തങ്ങളുടെ പദ്ധതികളിലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ പ്രസംഗിച്ച വാക്കുകളിലും ഒപ്പം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലും ഉള്ളത്. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.